നമുക്കറിയാം ഇനി വരാൻ പോകുന്ന മഴക്കാലമാണെന്ന്. ഈ മഴക്കാലത്ത് നമ്മുടെ വാഹനത്തെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം, അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം, അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അർജുൻ, വെൽക്കം ടു ഓട്ടോമോട്ടീവ്. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ടയർ തന്നെയാണ്. ഈ ടയറിൻ്റെ അകത്തുള്ള ഈ ഗ്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് റോഡിലുള്ള വെള്ളത്തെ സൈഡിലേക്ക് തള്ളി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂ വരുന്നത്. ഈ ടയറിൻ്റെ ഈ ഗ്രൂവിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ റോഡിലുള്ള ഗ്രിപ്പ് പറയുന്നത്. ആ ടയർ വയർ ഇൻഡിക്കേറ്ററിൻ്റെ TW നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ നടുക്ക് ചെറിയ ലൈൻസ് ആയിട്ടും കാണാൻ പറ്റും. ഈ ലെവലിലേറ്റം ടയർ തേഞ്ഞ് കഴിഞ്ഞാൽ ടയർ മാറ്റണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ടയർ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ ഓടുന്ന സമയത്ത് ഈ റോഡിനും ടയറിനും ഇടയ്ക്ക് ഒരു വാട്ടർ ലെയർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഫ്രിക്ഷൻ കുറയും, വണ്ടി തെന്നി മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിനാണ് അക്വ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിലെ ടയറിലെ എയറാണ്. കമ്പനി സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള അളവിലുള്ള എയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. കമ്പനീൻ്റെ ടയറിൻ്റെ മുകളിൽ 4 അക്ക നമ്പർ കാണാം. അതിൽ ആദ്യത്തെ 2 അക്കം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ചെയ്ത വീക്കും പിന്നെ വരുന്ന 2 അക്കം ഇയറുമാണ്. ഈ ടയർ ഏത് കാലം ഉണ്ടാക്കിയതാണ്. ഒരു ടയറിന് 4 to 6 വർഷം വരെയാണ് ടൈമുള്ളത്. അപ്പോൾ അതിനുശേഷം എത്ര ഗ്രിപ്പുള്ള ടയറാണെങ്കിലും അത് മാറ്റുന്നത് നമ്മളെ സുരക്ഷിതമായ യാത്രയ്ക്ക് ഉപകരിക്കും. അടുത്തായി നമ്മൾ പറയുന്നത് വൈപ്പറിനെ പറ്റിയാണ്. ഇതിൻ്റെ വൈപ്പർ വരുന്നത് റബ്ബർ മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണാണ് വരുന്നത്. ഇത് ഹാർഡ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് ഉണ്ടാവില്ല, ഗ്ലാസ് വ്യക്തമായിട്ട് ക്ലീൻ ആവില്ല. അങ്ങനെ വരുന്ന സമയത്ത് യാത്രയിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ട് നമ്മളിത് ഇയർലി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വൈപ്പർ ഫ്ലൂയിഡ്. ഇത് നമ്മൾ റെഗുലർലി ടോപ്പപ്പ് ചെയ്യേണ്ട ഒന്നാണ്. ഇത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പല കമ്പനികളും അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ശുദ്ധമായ വെള്ളം കുറച്ചും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായി ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ബാറ്ററി ആൻഡ് ഇലക്ട്രിക്കലാണ്. ബാറ്ററിയിൽ വെച്ചാൽ ബാറ്ററിൻ്റെ ലൈഫ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതിനൊക്കെ നോക്കിയിട്ട് ബാറ്ററീൻ്റെ ലൈഫ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇലക്ട്രിക്കൽ വരുന്ന അഡീഷണൽ ഫിറ്റിങ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ അത് ബോഡിനോടൊക്കെ ടച്ച് ചെയ്ത് ഷോർട്ട് സർക്യൂട്ടിന് വരെ കാരണമാവാറുണ്ട്. ഇലക്ട്രിക്കൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം, മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബാറ്ററീൻ്റെ യൂസേജ് കുറച്ച് കൂടുതലായിട്ട് വരും. ഈ വൈപ്പർ, AC, ഹെഡ്ലൈറ്റ് എല്ലാം ഒരുമിച്ച് വരുന്ന സമയത്ത് ബാറ്ററിയുടെ ലൈഫ് കുറച്ച് കൂടുതൽ കൺസംഷൻ വരുന്നതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെക്ക് ചെയ്തെടുത്ത് പറയുന്നത്. മഴക്കാലത്തിന് മുന്നോടി വാഹനങ്ങളുടെ അടിഭാഗം ഒന്ന് സർവീസ് ചെയ്ത് അണ്ടർ കോട്ടിങ് ചെയ്യുന്നത് ബോഡിയെ മറ്റു തുരുമ്പിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തായി നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോഡിയുടെ കാര്യമാണ്. ഇതിൽ നമ്മൾ മഴക്കാലത്തിന് മുന്നോടിയിട്ട് വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ബോഡിയിലുള്ള എന്തെങ്കിലും സ്ക്രാച്ചസിലൂടെയോ വെള്ളം ഉള്ളിൽ ചെന്ന് തുരുമ്പ് വരുന്നതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇതോടെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാഹനത്തിൻ്റെ ഡോർ ബീഡിങ്. ഈ വരുന്ന റബ്ബർ ബീഡിങ്ങിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ ഇതുവഴി വാഹനത്തിനുള്ളിൽ വെള്ളം വരാനും ഇത് പ്ലാറ്റ്ഫോമിലൊക്കെ റെസ്റ്റ് വരാനും സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ എല്ലാ ഡോറിൻ്റെയും അതുപോലെ തന്നെ ടെയിൽ ഗേറ്റിൻ്റെയും റബ്ബർ ബീഡിങ്ങിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതാണ്. ലൈറ്റിംഗ് ആൻഡ് ഇൻഡിക്കേറ്റർ സിസ്റ്റമാണ് നമ്മൾ അടുത്തായി ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ മഴക്കാലത്തൊക്കെ ഈ ലൈറ്റുകളൊക്കെ പ്രോപ്പറായി വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെ പുറകിൽ വരുന്ന നമ്മളെ വണ്ടിയെ കാണാതിരിക്കുകയും അതൊരു അപകടത്തിന് സാധ്യതയാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ വണ്ടിയുടെ ലൈറ്റിങ്ങും സിഗ്നൽസും ഒക്കെ പക്ക വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട്. അടുത്തായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ബ്രേക്ക് പാഡ്, ബ്രേക്ക് ലൈനർ, ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിൻ്റെയൊക്കെ പീരിയോഡിക്കൽ സർവീസ് നമ്മൾ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമ്മളെ ഈ മഴക്കാലത്തുള്ള സുരക്ഷിത യാത്രയ്ക്ക് ഇത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. മഴക്കാലത്ത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് വണ്ടീൻ്റെ അകത്ത് ഫോഗ് വരുന്നത്. ഈ ഫോഗ് വരുന്ന സമയത്ത് നമുക്ക് വണ്ടീൻ്റെ അകത്തുള്ള ഈ AC-യുടെ ഡയറക്ഷൻ വിൻഷീൽഡിലെ ആക്കി വെച്ചിട്ട് ചെറിയ അളവിൽ AC ഇടുകയോ അല്ലെങ്കിൽ അതിൽ ഹീറ്റർ വർക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫോഗ് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്നതാണ്. നമ്മളെ മഴക്കാലത്തുള്ള സുഗമമായ യാത്ര ഉറപ്പുവരുത്തുന്നത് ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായി വരുന്നവരെ ബൈ.